എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഓണർ കറന്റ്ലി ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടന്റെ കയ്യിലാണ്. മനസ്സിലായോ? അശ്വിൻ ചേട്ടന്റെ കയ്യിലാണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു 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 ഇത് പറഞ്ഞടാ, ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എക്സ്ട്രീം അപരാധത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് കുറേയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രോ അസ് എ TVA ഫാൻ, MRC ഫാൻ കൊറോണ കാരണം MRC മെമ്പേഴ്സിനോടും ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല. ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്. ചില്ലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പ് ആവല്ലേ. എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേൾക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ. അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് കുറച്ചു നേരം ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാൻ ഇത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ, പറയടാ. അത് പിന്നെ സോറി പറയാ, അത് പറ്റിപ്പോയതാ. ഞാൻ എന്തോ അടിച്ചു കയറ്റിട്ടാ ലൈവ് ഇട്ടത്. അതാ ശരി. MRC ആയിട്ട് പ്രശ്നമൊന്നുമില്ല. നാളെ തൊട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോണോ ഞാൻ നിന്റെ അടുത്ത്? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇരിക്കണോ? വേണേ കേട്ടിട്ട് പോടാ, വേണേ കേട്ടിട്ട് പോ. അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. എനിക്ക് പറയാനുള്ള ഒരു സാധനത്തിന്റെ ലിമിറ്റ് ഞാൻ ഇതിനകത്ത് കുറയ്ക്കുക. ഞാൻ ഓരോ പേരും ഓരോ അതും നീയൊക്കെ ഓരോ ഇരട്ട പേരിട്ട് തരുമ്പോൾ തിരിച്ച് നിനക്ക് നിട്ട് വന്നിട്ടേ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ്, അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിൽ ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മാക്ക് നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളുമായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊരു സമയമുണ്ട് TVA. അതായത് TVA മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ കയറി TVA എന്നല്ല ഞാൻ പറയണം, ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനെ ഇട്ട് അപരാധിക്കുന്ന കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം TVA ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്കുള്ള എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ ഈ TVA ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അകത്ത് ഇല്ല. ഇതൊക്കെ വല്ല വേണ്ട, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ TVA എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ചു തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റിയിൽ സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാൻ പറ്റാതെ പോയത്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിലും ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ TVയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് മറന്നോ, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ TVക്കകത്ത് നിന്ന് എടുത്ത് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന് കാര്യം മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, അവര് ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ഗ്രോയിങ് സ്റ്റേജിലാണ്, അവരുടെ വഴിക്ക് വിട്ടേരെ. നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ളപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പേഴ്സിനെല്ലാം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഓക്കെ ഇനി ഞാൻ സിറ്റുവേഷൻ ഇത് സീരിയസ് ആയിട്ടാണ് പറയണത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സാധനം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ.
സോ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഇതാക്കി നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യുക. കൺവേർട്ടിംഗ് കിങ് നിനക്കൊക്കെ എങ്ങനെ വേണേ പറയാം. ഈ മെസ്സേജ് പ്രൂഫ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇവിടെ ഇരുന്ന് കാണടാ പട്ടിപ്പൊലയാടി മോനെ. അന്നേരം നിനക്ക് മെസ്സേജുകൾ റിയൽ ലൈഫിലെ മെസ്സേജൂടെ കാണാം. അന്നേരം നീ നന്നിട്ട് നീ കൺവേർട്ടിംഗ് ആണോ അണ്ടിയാണോ എന്ന് നീ തീരുമാനിച്ചാൽ മതി. എടാ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഈ അപ്പുറത്തിരുന്ന് RP കാണുന്ന ഒരു 1500 പേരെ എനിക്ക് ഇംപ്രസ് ചെയ്തിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു അണ്ടിയും കിട്ടാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസിനോടാ. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചോളാം. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ കണ്ടിട്ട് പോയാൽ മതി. നിന്റെ കൺവേർട്ട് ഗുണം എന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണേ വിശ്വസിക്കാം. നിന്നെ എനിക്ക് ഇംപ്രസ് ചെയ്ത് നാളെ തൊട്ട് എൻ്റെ ലൈവ് ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് നീ പറയണ്ട. ഓക്കെ. ആ അപ്പോൾ ഗൈസ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്തെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. എന്താ മാക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്, തൊപ്പിയുടെ കൂടെ നമ്മൾ സാബ് ഗുരു ഷെയ്ക്കിൻ്റെ ഐലൻഡിൻ്റെ പരിപാടി എല്ലാത്തിനും നമ്മൾ സഹകരിച്ച് എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയണത് TV ഇറങ്ങിയ കുറെ ആൾക്കാർ ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും പെർമനന്റ് ബാൻ മാറ്റി കൊടുത്തു. കഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അത് ഞാൻ പറയാം. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനവും അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെ തന്നെ RPയും എല്ലാത്തിനും സഹകരിച്ച് ഇതായി മര്യാദയ്ക്ക് പൊക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി പെട്ടെന്ന് മാക്ക് ഒരു ലിസ്റ്റ് അയച്ചു. മാക്ക് ഒരു ലിസ്റ്റ് അയച്ചിട്ട് പറഞ്ഞ് ഇത്രയും പേരാണ് മാക്കല്ല ലിസ്റ്റ് അയച്ചല്ല, ഡിസ്കോഡിൽ ഇട്ടായിരുന്നു. മെമ്പേഴ്സിൽ ഇതിന്റെ ഡിസ്കോഡ് അപ്ഡേറ്റിൽ ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ മാക്കിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച്, മാക്ക് ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പം മാക്ക് പറഞ്ഞ് ഈകളെ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കെ, ഞാൻ പറയണത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ MRC നിങ്ങൾക്ക് മാക്കിന് ചിലപ്പം ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈകളെ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുണ്ട് ഗൈസ്. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ. എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടെക്സാസിലെ HFലെ മെമ്പേഴ്സൊക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിട്ടിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറെ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. TVയുടെ co-leader, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ, എൻ്റെ ഇപ്പോഴും ഉണ്ടാ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചാണ്, ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്, MRCയോട് അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവോ, ആരൊക്കെ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്തായാലും വരുന്നത് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ലേ, ഈ അറിയാവുന്ന ആൾക്കാരോട് അപരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ
ഞാൻ അന്നേരേ പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല. കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന